പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ എന്റെ വിഷയം തവക്കുലാണ്. തവക്കുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സർവ്വ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിലാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് എന്താണെങ്കിലും എന്റെ ജീവിതത്തിൽ നടക്കുമെന്നും, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് എന്തു തന്നെയാണെങ്കിലും നടക്കില്ല എന്നും മനസ്സിലാക്കലാണ്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയില്ല. ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ഒരു കൈവിരൽ പോലും ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് പഠിക്കലാണ് തവക്കുലിന്റെ ആദ്യത്തെ ഭാഗം, ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് അമൽ. അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സർവ്വകാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ്, അതിനുവേണ്ടി പരിശ്രമിക്കലാണ്. ഉദാഹരണത്തിന്, നന്മ ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാവും, അതുകൊണ്ട് നാം നന്മ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തിന്മ ഉപേക്ഷിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാവും, അതുകൊണ്ട് നാം തിന്മ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിനു ശേഷം തന്റെ റബ്ബിനുമേൽ ഭരമേൽപ്പിക്കുക, അവന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അങ്ങേയറ്റം അള്ളാഹുവിൽ മേൽ ഭരമേൽപ്പിക്കുക. അപ്പോഴാണ് തവക്കുൽ ഉണ്ടാവുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള തവക്കുലിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, തവക്കുൽ എന്ന് പറഞ്ഞാൽ ശാന്തമായി അനങ്ങാതെ ഇരിക്കലാണ്. എന്ത് അനങ്ങാതെ ഇരിക്കലാണ്? അവന്റെ ഹൃദയം ഭയം കൊണ്ടും ആശങ്ക കൊണ്ടും എന്ത് സംഭവിക്കുമെന്ന ടെൻഷൻ കൊണ്ടും ചലിക്കരുത്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു എന്ന കാരണത്താൽ ഒരു പടർന്നു പന്തലിച്ച ഒരു വൃക്ഷം അതിന്റെ വേരുകൾ എങ്ങനെയാണോ താഴോട്ട് ആഴ്ന്നിറങ്ങുന്നത്, അതുപോലെ അവന്റെ ഹൃദയം ഉറച്ചു നിൽക്കണം, ശാന്തമായിരിക്കണം. അതോടൊപ്പം തന്നെ അവന്റെ അവയവങ്ങൾ തന്റെ ലക്ഷ്യം നേടാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് തവക്കുൽ ഉണ്ടാവുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നാണ്. സ്വഹാബത്തിനോട് നിങ്ങളെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നമുക്ക് അള്ളാഹു മതി, അള്ളാഹുവിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ പരാജയപ്പെട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൗർ ഗുഹയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് മുന്നിലൂടെ ശത്രുക്കൾ വരുന്നതായി അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, അവരൊന്ന് കുനിഞ്ഞാൽ അവർ നമ്മളെ കാണും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നാം രണ്ടുപേർ മാത്രമാണോ ഇവിടെയുള്ളത് എന്നാണോ നീ വിചാരിച്ചിട്ടുള്ളത്? നമ്മുടെ കൂടെ റബ്ബുണ്ട്. അങ്ങനെ ശത്രുക്കൾ അവരെ കണ്ടില്ല. ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളാണ് ഇസ്ലാമിലുള്ളത്. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, എന്റെ റബ്ബ് കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.